ISL-ലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ തോൽവിയായിരുന്നല്ലോ ഫലം. മോഹൻ ബഗാനോട് 2-0 തോൽവി കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിരുന്നല്ലോ. എന്നാൽ ഇന്നത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ആദ്യം അതാണ് നോക്കേണ്ടത്. അതിനു മുമ്പ് മറ്റൊരു കാര്യമുണ്ട്, എതിരാളികൾ ആരായിരുന്നു എന്ന് നമ്മൾ നോക്കണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ ക്ലബായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടിയത്. വെറും 2 ഗോളുകൾ മാത്രമേ മോഹൻ ബഗാൻ അടിച്ചുള്ളൂ എന്നതും നമ്മൾ ഓർക്കണം. ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളൊക്കെ ഈ അടുത്താണ് ക്യാമ്പിനെത്തിയത്. അവര് അധിക സമയമായിട്ടില്ല ഒരുമിച്ച് കളിക്കാൻ തുടങ്ങിയിട്ടും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രകടനം ഒരു വലിയ രീതിയിലുള്ളതായിരുന്നില്ല എന്നതും സത്യമാണ്. ആദ്യ പകുതി ബ്ലാസ്റ്റേഴ്സ് വളരെ മോശമായിട്ട് തന്നെയാണ് കളിച്ചത്. ഒരു പ്രതിരോധത്തിലൂന്നിയുള്ള ഒരു കളിയാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. രണ്ടാമത്തെ പകുതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് അല്പമെങ്കിലും മുന്നോട്ട് നീങ്ങി കളിക്കാൻ തുടങ്ങിയത്. ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെവിൻ യോക്കിന്റെ പ്രകടനം തന്നെയാണ്. 57-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം കളത്തിൽ ഇറങ്ങിയപ്പോൾ മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരക്ക് ഒരു പുതുജീവൻ വെച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാലും കെവിന്റെ വരവോടുകൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്നുകൂടി ആക്രമണത്തിലേക്ക് ഇറങ്ങിയത്. ഇടതു വിങ്ങിൽ കൂടി അദ്ദേഹം എതിരാളികളെ വെട്ടിയൊഴിഞ്ഞ് മികച്ച വേഗതയിൽ കുതിച്ചു പാഞ്ഞപ്പോൾ കെവിനൊപ്പം എത്താൻ എതിരാളികൾക്ക് പലപ്പോഴും ആയില്ല എന്നുള്ളതും നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ 1-2 മികച്ച ക്രോസുകൾ ഗോളാക്കി മാറ്റാനുള്ള സ്ട്രൈക്കർ നമുക്ക് ഇല്ലാതെ പോയതും ഗോളിലേക്ക് നമ്മൾ എത്താത്തതിന്റെ കാരണമാണ്. തീർച്ചയായിട്ടും ഈ സീസണിൽ നമുക്ക് പ്രതീക്ഷ വെക്കാവുന്ന താരം തന്നെയാണ് കെവിൻ യോക്ക്. പിന്നീട് എടുത്തു പറയേണ്ടത് ഒമർബ എന്ന വിദേശ താരത്തെ കുറിച്ചാണ്. പ്രതിരോധത്തിൽ അദ്ദേഹം മോശമല്ലാത്ത പ്രകടനം വികാസ് ശുന്ദത്തിനൊപ്പം കാഴ്ചവെച്ചു. എന്നാൽ അദ്ദേഹത്തെ രണ്ടാമത്തെ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് പിൻവലിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഗോള് ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത് അവസാന നിമിഷത്തിലാണ്. അതായത് സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അവസാനത്തെ ഗോൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയത്. അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പഴയ ശീലം തന്നെയാണ്, അവസാന നിമിഷങ്ങളിൽ ഗോൾ വഴങ്ങുക എന്നുള്ളത്. അത് ഒഴിച്ചു നിർത്തിയാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ അധികം ഗോൾ അടിക്കാൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടില്ല എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. 6-2 ജയിക്കുമെന്നായിരുന്നു ലോവേറ പറഞ്ഞത്. അതൊന്നും ഇവിടെ സംഭവിച്ചില്ല എന്നുള്ള കാര്യവും നമ്മൾ നോക്കണം. എന്തായാലും അടുത്ത 1-2 മത്സരങ്ങളോട് കഴിയുമ്പോൾ ഇവർ സെറ്റാകുമെന്നും മികച്ച പ്രകടനം നടത്തുമെന്നും നമുക്ക് വിശ്വസിക്കാം.